ഇപ്പം നബി തങ്ങളുടെ പ്രത്യേക ഒരു പേരാണ് നൂർ, പ്രകാശം. ആ പദം വെച്ചിട്ടുള്ള സ്വലാത്തുകൾ എടുത്തു ചൊല്ലിയാൽ അനുഭവം പറയട്ടെ, ചെയ്തു നോക്കി വേണ്ടി നമുക്ക് അനുഭവിക്കാൻ കഴിയും. നൂർ എന്ന നബി തങ്ങളെ പറ്റി പറയുന്ന വാക്കുകളുള്ള സലാത്തുകളോ വരികളോ ഒക്കെ എടുത്ത് കുറച്ച് കൂടുതൽ പതിവാക്കിയാൽ നമുക്ക് നാം അനുഭവിക്കുന്ന ചില ഇരുള് മേഖലകൾ അത് പ്രകാശിക്കുന്നതായി, അത് നീങ്ങുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഇപ്പോൾ ഉദാഹരണം, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ സ്വലാത്ത്. അല്ലാഹുമ്മ അല്ലാഹുവേ സ്വല്ലി, നീ സ്വലാത്ത് ചെയ്യ്, അലൻ നൂരി, നൂറായ മുത്തു റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെയ്യ് അല്ലാഹ്, വ അഹ്ലിഹി, അവിടുത്തെ ആലിനും സ്വലാത്ത് ചെയ്യ് അല്ലാഹ്. ഹൃസ്വമായ എൻ്റെ കണ്ണിൽപ്പെട്ട സ്വലാത്തുകളിൽ ഏറ്റവും ചെറുതത. ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യൻ 300 സ്വലാത്ത് ചെല്ലണമെന്നാണ് മഹാനായ അബൂ ത്വാലിബിൽ മക്കി ഖുത്തുൽ ഖുലൂബിലൊക്കെ പറയുന്നു. 500 സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞവരുണ്ട്. ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ സ്വലാത്ത് 300 ആവും. അപ്പോൾ ആ ദൗത്യ നിർവഹണം എളുപ്പമുണ്ടാവും. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. ഈ സ്വലാത്ത് വല്ലാതെ ഇരുളുള്ള ഏരിയകൾ നമ്മൾക്ക് നമ്മളെ പറ്റി അറിയാലോ. എവിടെയാണ് എനിക്ക് ഇരുളുള്ളത് അറിയാലോ. എൻ്റെ സംസാര രംഗത്ത് ഇരുളുണ്ടോ, എൻ്റെ പ്രവർത്തന രംഗത്ത് ഇരുളുണ്ടോ, എൻ്റെ ചിന്തയിൽ ഇരുളുണ്ടോ, എത്ര മേഖലകളിലാണ് ഇരുളുള്ളത് അത് നമുക്കറിയാം. ഈ സ്വലാത്ത് ആ ഇരുളുള്ള മേഖല പ്രകാശിക്കണമെന്ന നിലക്ക് നൂർ എന്ന പദം പറഞ്ഞുകൊണ്ടുള്ള ഏത് സ്വലാത്ത് ചൊല്ലിയാലും ആ മേഖല പ്രകാശിച്ച് അനുഭവിക്കും. നമ്മൾ ചെയ്യണം.